ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഉച്ചത്തേക്കുള്ള പൊതിച്ചോറാണ്. അമ്മയാണ് റെഡിയാക്കി തരുന്നത്. അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഹാ, എന്താ ഭംഗിയില്ലേ. അതല്ലേലും പൊതിച്ചോറായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണല്ലേ. വൈകുന്നേരം ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിന് പോവാണ്. അവിടെ ചെന്നിട്ടുള്ള വെറൈറ്റി കാഴ്ചകളാണ് ഇനി അങ്ങോട്ട്. വൈകുന്നേരം ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തിക്കാണും. എന്നിട്ട് നേരെ ചായ കുടിക്കുകയാണ്. സമോസയും കേക്കും ചായയൊക്കെ ആയിരുന്നു. ഈ കാണുന്ന ഫ്രണ്ടിൻ്റെ മോനാണ്. എന്നെയാണല്ലോ ഉന്നം വെച്ചിരിക്കണേ. അമ്മേ അയ്യോ 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 അമ്മേ. റംസി കരിമ്പ് നന്നാക്കണ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും കടിച്ചു പിടിച്ചുകൊണ്ടിരുന്നായിരുന്നു. ലഹളയ്ക്ക് ഇച്ചിരി കുറവുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി കളിച്ചിട്ടുള്ളൊരു കളിയാണ്. ഏതാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. ശേഷം പൈനാപ്പിൾ അരിഞ്ഞിട്ട് ഉപ്പും മുളകും കൂട്ടി കഴിക്കാനുള്ള പ്ലാനിലാണ്. പിറ്റേന്നത്തെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പണിയെടുക്കാൻ തല്ലു കൂടുന്ന പിള്ളേരെ നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ കാണാം. കിട്ടണ്ട്. രാത്രിയിലത്തെ ഊണ് സെറ്റ് ചെയ്യാണ്. കുറേ കറികളുണ്ടായിരുന്നു. മീൻകറി, പച്ചടി, പപ്പടം, ഉപ്പേരി, അച്ചാർ, അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു. വയറ് നിറയെ ഫുഡ് കഴിച്ചു. പിറ്റേന്ന് രാവിലെ ചായ കുടിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഒറോട്ടിയും ബീഫ് കറിയായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. എഗെയിൻ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനാണ്. മൂന്ന് പ്രാവശ്യം നീതാ കഴിയൂലല്ലേ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് മാങ്ങ പറിച്ചു കൊണ്ട് വന്ന് ഉപ്പും മുളകും കൂട്ടി കഴിക്കുകയാണ്. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. ഉച്ചയ്ക്ക് റംസയുടെ ഉമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. കണ്ടില്ലേ. അവർക്കറിയാം നമ്മുടെ അളവ്. കാണാൻ തന്നെ എന്താ ഭംഗിയില്ലേ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. പാനിപൂരി, ബേൽപൂരി, മസാലപൂരി. അത് മസാലപൂരി. ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ ഈ വെയിലൊന്ന് കയറിയായിരുന്നു. പിന്നെ അങ്ങോട്ട് നടന്ന് എന്താണെന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ കേൾക്കാൻ പറ്റും അലർച്ച.
പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം കിടന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലേക്ക് വന്നു. ഈ കാണുന്ന അലുവ, പച്ചമുറുക്ക്, പോപ്കോൺ ഇതൊക്കെയാണ് ഞാൻ മേടിച്ചത്. വീട്ടിൽ വന്നപ്പോൾ ഈ മിഠായി കുറച്ച് പെറുക്കി തിന്നായിരുന്നു. പിന്നെ ഇത് റംസ് തന്ന കരിമ്പാണ്, അതും എടുത്തുകൊണ്ട് വന്നു. പിന്നെ ക്ഷീണം മാറാനായിട്ട് ഒരു നാരങ്ങ വെള്ളം കലക്കി കുടിച്ചു. പിന്നെ ഒരു പത്തിരിയും വടയും കഴിച്ചു. രാത്രി ഊണിന് ഇച്ചിരി കടലക്കറിയും താറാവ് കറിയും കൂട്ടി കഴിച്ചു. പിന്നെ ഈ കാണുന്ന റിങ് ഞാൻ അമ്പലപ്പറമ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊടുങ്ങല്ലൂർ പോയിട്ടുള്ള വിശേഷങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.